കരുണയുടെ മുത്തശ്ശി നിനക്ക് വീടും പറമ്പും എഴുതി തന്നു അല്ലേ? അവരുടെ കയ്യിലുള്ളതെല്ലാം എഴുതി തന്നതിന് ശേഷമാണ് നീ അവളെ വിളിച്ചോണ്ട് വന്നേ അല്ലേ? അല്ലാതെ പിന്നെ പുണ്യത്തിനാണോ ഞാൻ അവളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇതൊന്നും അവളോട് പോലും പറയാതെയാണ് അവരെല്ലാം നിനക്ക് തന്നതല്ലേ? അതെ. ഇപ്പോഴും അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. നീയാടാ മനുഷ്യൻ, ഒരിക്കലും മാറാത്തൊരു ജന്മം. എനിക്ക് മനസ്സിലായി. ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യമൊന്നും ഇനി ഏട്ടന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടില്ലാന്ന്. അത് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെയാണല്ലോ നീ എല്ലാം അവരുടെ നിന്ന് വാങ്ങിച്ചെടുത്തത്. എന്റെ അച്ഛന്റെ കൊലയാളി പ്രതാപചന്ദ്രനാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ കരുണയെ വിളിക്കത്തില്ലെന്നൊരു തോന്നല് അവളുടെ മുത്തശ്ശിക്കുണ്ടായി. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ തിരികെ വിളിക്കണമെന്നും പറഞ്ഞ് എന്റെ കാല് പിടിക്കാനായിട്ട് അവരിവിടെ വന്നു. അന്ന് ഞാൻ അവരുടെ മുന്നിൽ ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചു. അവരുടെ വീടും പറമ്പൊക്കെ എഴുതി തന്നാൽ അവളെ കൂട്ടിക്കൊണ്ട് വരാന്ന്. പിന്നെ അവരുടെ നല്ല മനസ്സുകൊണ്ട് എന്റെ പേരിൽ പ്രമാണം ചെയ്യുക മാത്രമല്ല ചെയ്തത്, ശേഷിക്കുന്ന അവരുടെ സ്വർണവും എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് പിന്നെ എന്തിനാടാ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് നീ നിലവിളിക്കുന്നത്? കിട്ടാനുള്ളതൊക്കെ എനിക്ക് വേണം. എന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യം. കിട്ടിയതൊക്കെ നീ പൂട്ടിവെക്കുന്നതല്ലാതെ ഒന്നും പുറത്തെടുക്കുന്നില്ലല്ലോ. അവളുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എല്ലാം എഴുതി വാങ്ങിയ സ്ഥിതിക്ക് കരുണയും കുഞ്ഞിനെയും നന്നായി നോക്കേണ്ടത് ഇനി നിന്റെ കടമയാ. അതൊക്കെ ഞാൻ ചെയ്തോളാം ഏട്ടാ. ഏട്ടന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എടാ, നിന്റെ അമ്മ പോലും നിന്നെ ഓർത്ത് സങ്കടപ്പെടും. അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഇങ്ങനെ ആക്കിയതേ അമ്മയും അമ്മയുടെ ആങ്ങളെയും കൂടിയാ. അവരാ സമ്പത്തിനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത്. ആ സമയത്ത് നിനക്കൊരു ഏട്ടനുണ്ടായിരുന്നു. പണത്തേക്കാൾ മൂല്യം മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനാണെന്ന് നിനക്ക് ഏതു നേരവും പറഞ്ഞു തന്നിരുന്നൊരു ഏട്ടൻ. കണക്കിലേറെ പിന്നിലായിരുന്നു നിനക്ക്. അതിന്റെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കുക മാത്രമല്ല ഞാൻ ചെയ്തിരുന്നേ. ആ സമയത്തൊക്കെ നിനക്കും മഞ്ജുവിനും നല്ല മനുഷ്യന്മാരാകാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ ഉപദേശിച്ചു തരുമായിരുന്നു. പക്ഷേ നീ അതിനല്ല മുൻതൂക്കം നൽകിയത്. നിന്റെ അമ്മാവന്റെ അമ്മയുടെ വാക്കുകൾക്കാ. എന്നെ അനുകരിച്ച് നീ നടന്നിരുന്നെങ്കിൽ ഈ വീടൊരു സ്വർഗമായാനെ. മരിക്കുമ്പോ മറ്റാർക്കോ കൈമാറേണ്ട സ്വത്തിന് വേണ്ടിയിട്ടാ നീ ഈ വില പേശുന്നത്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊല്ലാൻ ആഗ്രഹിക്കുന്നത്. അവസാനം നിനക്കൊരു കുഞ്ഞു ജനിക്കുമ്പോ ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് അവർക്ക് മരണശിക്ഷ വിധിക്കരുത്. കൂട്ടുകാരനെ കൊണ്ട് എന്റെ കാല് തല്ലി ഓടിച്ചിട്ട് അവന്റെ ഒരു ഉപദേശം. എന്താടാ, നല്ല വേദനയാണോ? ഓ, ഭയങ്കര വേദന. കിടക്കുമ്പോ എഴുന്നേറ്റ് ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോ കിടക്കാനും. ഉണ്ണിയുടെ കാല ആ മാർക്കം ഓടിച്ചത് എന്റെ ഭാര്യയല്ല. ആ തോമസ് സാറിന്റെ വൈദ്യശാലയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നവനാ ഈ മാർക്കോ. അതുകൊണ്ട് അവന് എല്ലാ മർമ്മവും അറിയാം. തോമസ് സാറ് പറഞ്ഞ അമ്മ കേട്ടിട്ടുള്ളതല്ലേ, കർക്കിടകത്തിലൊക്കെ അവൻ അവിടെ ചെന്ന് കിടക്കാറുണ്ടെന്ന്. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല പ്രതാപ. നാളെയാണ് ലക്ഷ്മിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട്. അന്നേ ലക്ഷ്മിയുടെ ഉള്ളിൽ വിഷം ചെന്നില്ലായിരുന്നോ? അതുകൊണ്ട് ആ കൊച്ചിന്റെ കഴുത്തില് ഒരു കറുത്ത പാടുണ്ട്. പരമശിവൻ പണ്ട് കാളകൂടെ വിഷം കുടിച്ച പോലെയായി ആ കൊച്ചിന്റെ കാര്യം. വിഷം ചെന്നപ്പോ അത് വയറ്റിലോട്ട് പോയില്ല, കഴുത്തില് തടഞ്ഞു നിന്നു. ഇനി ആ കൊച്ചും ദൈവത്തിന്റെ അവതാരമായിരിക്കും അമ്മേ. ഒന്നാമത് മരിച്ച ഒരുത്തന്റെ പ്രേതത്തെയും കൊണ്ട് ഞാൻ കുറെ നാള് വലഞ്ഞതാ. പിന്നെ ലക്ഷ്മി പ്രാർത്ഥിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിനും ജീവനുണ്ടെന്നാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം. ഇനി അതിന്റെ കൂടെ ഈ ജനിച്ചിരിക്കുന്ന കുഞ്ഞും ദൈവസാന്നിധ്യമുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് വിഷം കുടിക്കുന്ന അമ്മയെ നല്ലത്.
ഇനി നിന്റെ മോൾ എപ്പോഴാ വിഷം കുടിക്കുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് കണ്ണൻ ലക്ഷ്മിയും കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് ചെന്നു കഴിഞ്ഞ നമ്മുടെ മോളുടെ കാര്യം കഷ്ടത്തിലാവില്ലേ പ്രതാപ? ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കർണമോൾ ഇപ്പൊ ഒരുപാട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണനും ലക്ഷ്മിക്കും അവരുടെ കുഞ്ഞിനും ആപത്ത് വരണേന്ന് തന്നെയാ മോള് പ്രാർത്ഥിക്കുന്നത്. ആ നമ്മളും അങ്ങനെ തന്നെയാ. അവർക്ക് ആപത്ത് വരണമെന്ന് പ്രാർത്ഥിച്ച അത് നമുക്ക് തന്നെ വരുമല്ലോ അമ്മേ. എന്തായാലും ഇനി അടുത്തുള്ള അമ്പലത്തിലെല്ലാം ഒന്ന് പോകണം. എവിടെയാ സൗകര്യം എന്നൊക്കെ ഒന്ന് നോക്കണം. അതെന്തിനാ? അല്ല, ഒന്നുമില്ലാതായ സൗകര്യമുള്ള അമ്പലനടയിൽ പോയിരിക്കാലോ. എന്നും അന്നദാനം കിട്ടുന്ന ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഗുരുവായൂർക്ക് പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മ ഇപ്പോഴേ എങ്ങനൊന്നും ചിന്തിക്കല്ലേ. ചിന്തിക്കാതെ പിന്നെ എന്ത് ചെയ്യും പ്രതാപ? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ 10-75 വയസ്സായില്ലേ. ഇനിയിപ്പൊ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. നിനക്കിനി വല്ലവന്റെ വളയം പിടിക്കാൻ പോകാൻ പറ്റുമോ? അതൊക്കെ ഒരു നാണക്കേടല്ലേ? അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കല്ലേ അമ്മേ. നമുക്ക് പോയി കണ്ണന്റെയും ലക്ഷ്മിയുടെയും കാലിലേക്ക് ശാസ്താംഗം അങ്ങ് നമിക്കാം. ഇനി ഞാൻ കണ്ണന്റെ വീട്ടിലേക്ക് പോയാലും നീ വരണ്ട. ഇപ്പൊ കണ്ണനേക്കാളും കുഴപ്പമാ അവന്റെ രണ്ടാനമ്മ ദുർഗ. ദുർഗ ഇപ്പൊ ശരിക്കും ദുർഗയായിട്ട് നിൽക്കുന്നത് ഇപ്പോഴാ. അവള് മറുകണ്ഠം ചാടിയതാ നമ്മുടെ മൂക്ക് വിനയായത്. അതിന്റെ കൂടെയാ ഇപ്പൊ ഒരുത്തൻ വീൽ ചെയറും തള്ളിക്കൊണ്ട് നടക്കുന്നത്. നമ്മളെക്കാളും പരിങ്ങല്ല അമ്മേ ആ വാമന്റെ കാര്യം. അവന് മാസാമാസം ഒരു തുക കിട്ടിക്കൊണ്ടിരുന്ന അതിപ്പോ കിട്ടുന്നുമില്ല. അവന്റെ കാര്യമൊക്കെ എന്തിനാ ഇനി നമ്മൾ നോക്കുന്നത്? അവൻ കാരണമല്ല ഇപ്പൊ നമ്മൾ ഈ പരുവത്തിലായത്. എടാ പ്രതാപ, എങ്ങനെയെങ്കിലും നിന്റെ ഭാര്യയെ ഒന്ന് സോപ്പിടാൻ നോക്ക്. മോഹിനി പോയി എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണനും ലക്ഷ്മിയും കേൾക്കും. പക്ഷെ അവള് പോകുന്നില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാല് പിടിച്ച ചിലപ്പോ അവള് കരുണ കാണിച്ചാലോ. എന്തായാലും ഇനിയിപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നത് നല്ലതാ. ഭക്ഷണം കിട്ടാത്ത ഒരു കാലം വന്നാലേ വിശപ്പിനെ പിടിച്ചു നിർത്താൻ ചിലപ്പോ അത് ഉപകരിച്ചെന്ന് വരും. എന്നാലും എല്ലാ അസുഖങ്ങളും ഉള്ളതാ. എന്റെ പൊന്നു പ്രതാപ, പിന്നെ എങ്ങനെയാണ് ആഹാരം കഴിക്കാതെ ജീവിക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഭഗവാനെ. കേറിക്കിടക്കാനുണ്ടായിരുന്ന വീടും പുരയിടവും കഴിവുകെട്ട ഒരുത്തനും എഴുതി കൊടുക്കുകയും ചെയ്തു. അതിനവൻ വലിയ കഴിവ് കാണിച്ചു. എല്ലാം എഴുതി അങ്ങ് വാങ്ങിക്കാം. അതെ, വല്ലതും തിന്നാൻ വേണമെങ്കിൽ അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെന്ന് എടുത്തങ്ങ് കഴിക്ക്. എടീ, പ്രതാപനെ ഇടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു. അവന്റെ അമ്മ അവന്റെ ദേഹത്ത് ചൂട് പിടിക്കുന്നുണ്ട്. ചൂടല്ലേ വെച്ചോളൂ. ചൂട് വെള്ളം കോരി ഒഴിച്ചില്ലല്ലോ. അല്ല, എനിക്കും ശരീരമാകമാനം നല്ല വേദനയുണ്ട്. എന്നാ ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ചു തരട്ടെ? എടീ, ഭർത്താവിന് അവശത വരുമ്പോ ഇങ്ങനെ ഒന്നും സംസാരിക്കാതെടീ. ഭാര്യയായി പോയതുകൊണ്ടാ മാർക്കോയും അവന്റെ കൂട്ടുകാരനും ചെയ്തതൊന്നും ഞാൻ ചെയ്യാത്തത്. ലോൺ അടയ്ക്കേണ്ട ഡേറ്റ് ആയി. എങ്ങനെ അടയ്ക്കും? അതുപോലെ തന്നെ വണ്ടിയുടെയൊക്കെ ലോണും അടയ്ക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാൻ പോവേണ്ട ഗതികേടില്ല. ഉന്നരിച്ച് വളർത്തിയ മോള് പോലും ഇപ്പൊ ജോലിക്ക് പോവാ. ആ അവസ്ഥയിൽ നിങ്ങൾ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചില്ലേ? ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി ആടി പറയേണ്ടത്? നിങ്ങളൊന്നും പറയണ്ട. ഇവിടെ വന്ന ശേഷം സമയാസമയം കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതിക്കോ. നിങ്ങളെ പോലെ ഉള്ളവരെ പട്ടിണിക്കിട്ട് കൊല്ലേണ്ടതാ. അയ്യോ, ഇതാടി അമ്മമാരും ഭാര്യമാരും തമ്മിലുള്ള വ്യത്യാസം.
രണ്ട് സ്ത്രീകൾ തന്നെയാ. പക്ഷേ പ്രതാപൻ എത്ര ദുഷ്ടനാണെങ്കിലും അവന്റെ അമ്മ ജീവനോടുള്ളത് കൊണ്ട് അവന്റെ ദേഹത്ത് ചൂട് പിടിക്കാനും അവനെ നോക്കാനൊക്കെ അവരുണ്ട്. എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഉണ്ടെന്ന പേരല്ലാതെ നിന്നെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ലല്ലോടി. പ്രയോജനം ഇല്ലാത്ത ഭർത്താക്കന്മാരെ ഒരു ഭാര്യമാര് സ്നേഹിക്കത്തില്ല, അവര് ശുശ്രൂഷിക്കാനും ശ്രമിക്കത്തില്ല. എന്തിനാ അത് ചെയ്യുന്നേ? സ്വന്തം മക്കളുടെ ഭാവി കളയുന്ന ഒരു അച്ഛനെ ഏതെങ്കിലും ഭാര്യമാര് സ്നേഹിക്കൂ? എടീ, ഈ വീടിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പൊ ഏതായാലും നല്ല ഉയർച്ചയാണല്ലോ. ഉയർന്നുയർന്നങ്ങ് ആകാശം മുട്ടയായി. മോള് ഡാൻസ് ക്ലാസ് ചെന്നപ്പോഴേ ഏതോ കുട്ടികൾ അടക്കം പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ ഇവിടെ വന്നിരുന്ന് കരച്ചിലായിരുന്നു. നമ്മുടെ ടീച്ചറിന്റെ അച്ഛൻ കൊലയാളിയാണെന്ന് പിള്ളേര് പറയണെന്ന്. എന്ന് വെച്ചാ പത്രത്തിലും ടിവിയിലും ഒക്കെ നിങ്ങളുടെ പടവും വാർത്തയും ഒക്കെ വന്നതാണല്ലോ. അതോടെ നിങ്ങളങ്ങ് പ്രശസ്തനായി, സൂപ്പർ സ്റ്റാർ ആയി. അതുകൊണ്ട് ഈ വീടിനും വീട്ടുകാർക്കും ഒരു ഗുണവും ഇല്ലെന്ന് മാത്രം. എന്റെ ദൈവമേ, ഏത് ഗ്രഹണ സമയത്താണോ എനിക്ക് ഇതിനൊക്കെ തോന്നിയത്. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ വിഷവിത്തുകളായിരുന്നു. എടി, അവരൊക്കെ മരിച്ചുപോയില്ലോടി. അതെ, മരിച്ചുപോയി. അല്ലെങ്കിൽ ഞാനിപ്പോ രണ്ടെണ്ണത്തിനെയും കൊന്നേനെ, ഇങ്ങനെ ഒരു മോനെ ജനിപ്പിച്ചതിന്. മോനെ, എന്തൊക്കെ ശാപവാക്കുകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് നിനക്ക് അവൾ അമ്മയായതുകൊണ്ടാ. എന്നാൽ എൻ്റെ കാര്യമാടാ മക്കളെ കഷ്ടം. അവളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോ ഗ്രഹനാഥൻ നല്ലവൻ, ഇപ്പൊ കെട്ടവനായി. നീ എങ്ങനെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു. ഇതിപ്പോ നീയും വീണു, ഞാനും വീണു. നിന്റെ അപ്പച്ചിയാണെങ്കിലോ ഒന്ന് പോയി കാണാൻ പറ്റാത്ത അവസ്ഥയിലുമായി. പിന്നെ ഉണ്ണി ദുർഗയ്ക്കൊപ്പം നിൽക്കില്ലെന്നാ എന്റെ വിശ്വാസം. അവനും നമ്മളെപ്പോലെ ഒരുപാട് മോഹിച്ചതാ കമലേശ്വരത്തെ സ്വത്തുക്കൾ. അതുകൊണ്ട് അവനെ മെല്ലെ നമുക്ക് സമീപിക്കാമെന്നാ തോന്നുന്നത്. എടാ മോനെ, ഞാൻ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു. അവിടെ പോയി ആ തോമസ് സാറിന്റെ കൈയും കാലും പിടിക്കാം. ഇപ്പോ നിനക്കൊപ്പം എനിക്കും അയാളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാ ഞാനിപ്പോ. അതുപോലെയാ അടിവയറ് നോക്കി അവന്മാര് ചില പ്രയോഗങ്ങൾ പ്രയോഗിച്ചത്. കുടലാണോ ലിവറാണോ അതോ കിഡ്നിയാണോ തേഞ്ഞു പോയതെന്ന് ഒന്നും അറിയത്തില്ല മോനെ. ഇതൊക്കെ കേട്ടിട്ട് നീ ചിരിക്കുവാന്നോടാ? നിനക്ക് ഇതൊക്കെ കോമഡി ആയിട്ടാണോ തോന്നുന്നത്? പക്ഷേ ജീവിതം ട്രാജഡിയാണ് മോനെ. ദുരന്തം എന്ന് പറഞ്ഞാൽ ഇത് വെറും ദുരന്തമല്ല, ദുരന്തത്തിന് കയ്യും കാലും വെച്ച് വന്നിരിക്കുക, നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങി വെളുപ്പിക്കാൻ. എടാ മോനെ, ഇതുപോലൊരു സാഹചര്യം മുമ്പ് വന്നപ്പോഴാ ഞാൻ കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്. അന്ന് വിശ്വനാഥൻ മരിച്ചില്ലെങ്കിൽ എന്നെ കമലേശ്വരം കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കുമായിരുന്നു. അതുപോലെ തന്നെ അവന്റെ വീട്ടിലോട്ടും എന്നെ കേറ്റില്ലായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ
ആ പുല്ലിനെ ഞാൻ മേലോട്ട് അയച്ചത്. എന്നാൽ അവൻ മരിച്ചിട്ടും ഈ അന്തരീക്ഷത്തിൽ നിന്ന് പോയില്ല. അവന്റെ വൃത്തികെട്ട ആത്മാവ് പോയി അതിനേക്കാൾ വൃത്തികെട്ട ഒരു ശരീരത്തിൽ പോയിരുന്നു, ആ പ്രതാപന്റെ. അവിടം തൊട്ടാ നമ്മളെ ശനി പിടികൂടിയത്. ആ പിന്നെ ഭഗവാനെ പോലും പിടികൂടുന്ന ഈശ്വരനാണല്ലോ ശനീശ്വരൻ. അതൊടിഞ്ഞു പോകുമ്പോ ചത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുമായിരിക്കും. അയ്യോ, എഴുന്നേറ്റപ്പം അയ്യോ. എന്താ മോനെ മുഖം വാടിയിരിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ വരില്ലല്ലോ. ശ്ശോ. എന്താ മോനെ പറ്റിയത്? വീണതാ. ശ്ശോ, വീണോ? എവിടെ? ദേ അവിടെ. ശ്ശോ, എനിക്കിന്ന് ഗേറ്റിനടുത്തേക്ക് വരാനും പറ്റിയില്ല. ഇന്ന് മോന്റെ അച്ഛൻ വരുമ്പോ എന്നെ കൊന്നത് തന്നെ. എന്താ മക്കളെ നീ ഇങ്ങനെ? മോനെ നന്നായിട്ട് നോവുന്നുണ്ടോ? മോനെ അമ്മ മരുന്ന് വെച്ച് തരാം കേട്ടോ. മോന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും മോന്റെ അച്ഛന് സങ്കടമാ. എനിക്കും അങ്ങനെ തന്നെയാ മോനെ. അതുകൊണ്ട് സൂക്ഷിക്കണ്ടേ മോനെ? എന്റെ കണ്ണം വാ, വാ മക്കള് വാ. അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? മോനെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി. അപ്പൊ അറിയാതെ കരഞ്ഞു പോയതാ. ഇനിയിപ്പോ അതൊന്നും ഓർക്കണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. അമ്മയുടെ സ്വഭാവത്തില് ഇനി മാറ്റങ്ങൾ ഉണ്ടാവാതിരുന്നാ മതി. മോനെ ദാ, ഞാൻ നൂലുകെട്ട സമയത്ത് അങ്ങോട്ട് വരുന്നത് ആർക്കും ഇഷ്ടമാവില്ല. അതൊന്നും സാരമില്ല മോനെ.
കുഞ്ഞിനിടാനുള്ള കാൽത്തളയും വളയും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ദാ, ഇത് മോൻ കുഞ്ഞിന് കൊടുക്കണം. അവിടെ ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. എന്നാലും ഇത് ആ മോളുടെ കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അമ്മേ. വെറുതെ എന്തിനാ പൈസ കളഞ്ഞത്? മോൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൈസ തരാറുണ്ടല്ലോ, അതിന്ന് കുറച്ചെടുത്ത് മേടിച്ചതാ. നമ്മുടെ ജ്വല്ലറിന്ന് തന്നെയാ. എന്നാ പിന്നെ അമ്മ പൈസ കൊടുക്കണ്ടായിരുന്നല്ലോ, ഞാൻ കൊടുത്തേനല്ലോ. ഏയ്, അതൊന്നും സാരമില്ല മോനെ. എന്നാ പിന്നെ മറ്റുള്ളവരെ ഭയന്ന് അമ്മ മാറി നിൽക്കാതെ അമ്മയ്ക്കും കൂടെ വന്നൂടെ? മോനെ, നിങ്ങളെല്ലാം സന്തോഷത്തോടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ആഘോഷിക്കാൻ പോവല്ലേ? ആ സമയത്ത് ഒരു കരടായിട്ട് അമ്മ അവിടെ നിൽക്കുന്നത് ശരിയല്ല. പിന്നെ ഞാൻ വരും മോനെ. എല്ലാവരും എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ശേഷം ഇനി ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോ ദേ ഇത് കൊടുക്കാൻ മോൻ മറക്കല്ലേ. മോനെ, അമ്മ പോയി ചായ എടുത്തോണ്ട് വരാം.